ചിങ്ങം 1 ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങൂ. വർഷം മുഴുവൻ ഐശ്വര്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ചിങ്ങമാസം 1-ാം തീയതി. ചില നക്ഷത്ര ജാതകരെ നമ്മുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റിയാൽ, അല്ലെങ്കിൽ ചില നക്ഷത്ര ജാതകരിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങിയാൽ, ആ ഒരു മാസക്കാലമല്ല, ഒരു വർഷക്കാലം നമുക്ക് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയുമൊക്കെ കൊണ്ടുതരും. ഇതൊരു വിശ്വാസമാണ്, പഴമക്കാർ ആചരിച്ചു പോകുന്ന ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഇതിൽ ചില സത്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഗോചരഫലങ്ങൾ അനുകൂലമാകുന്ന നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന ഒരു വർഷക്കാലം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയുമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. വീട്ടിൽ വഴക്കില്ല, അടിയില്ല, പ്രശ്നങ്ങളില്ല, സമാധാനം, സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും ഒരു ജോലിക്കായി അന്വേഷിച്ചിറങ്ങിയാൽ ആ ജോലി കിട്ടുക, വിദേശത്തേക്ക് ശ്രമം നടത്തിയാൽ അത് നടക്കുക, നമുക്കൊരു സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ കച്ചവടം നടക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 1-ാം തീയതി കയറ്റുന്നതിലൂടെയും അതല്ലെങ്കിൽ കൈനീട്ടം വാങ്ങുന്നതിലൂടെയും സാധ്യമാകും. 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്ര ജാതകരുടെ കയ്യിൽ നിന്നും പുത്താണ്ട് പിറക്കുമ്പോൾ ഒരു കൈനീട്ടം സ്വീകരിക്കുക. അവരെ വീട്ടിലേക്ക് വിളിച്ചു നയിച്ച് ഒരു കൈനീട്ടം അവർക്ക് നൽകുക, അവരെ 1-ാം തീയതി കയറ്റുക. ഇതൊക്കെ നമുക്ക് ഐശ്വര്യം തരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നമുക്ക് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, ചില സ്ഥാപനങ്ങളിൽ, നിങ്ങളിൽ പലരും ഉണ്ടാവാം, ചില സ്ഥാപനങ്ങളിൽ ചിലർ വന്നു കയറിയാൽ ആ കടയിൽ വളരെ ഐശ്വര്യമായിരിക്കും. അതുവരെ ആ കട നമ്മൾ കയറി ചെല്ലുന്നത് വരെ ആ കടയിൽ ഒരു മനുഷ്യരുണ്ടാകില്ല. പക്ഷേ നമ്മളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിൽ തിരക്കനുഭവപ്പെടും ആ സ്ഥാപനത്തിൽ. അത് ചിലരുടെ നാളിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ വലിയ സമ്പൽ സമൃദ്ധി തരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും കഴിഞ്ഞ് രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. ഇവരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുക, ഇവർക്കൊരു കൈനീട്ടം കൊടുക്കുക, ഇവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുക. തീർച്ചയായും ഈ ചിങ്ങപ്പുലരിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറും. ചിങ്ങം 1 വീട്ടിലേക്ക് ആദ്യമായി കയറുന്ന വ്യക്തിയുടെ നക്ഷത്രത്തിനും ചില പ്രാധാന്യങ്ങളുണ്ട്. ഈ ചിങ്ങപ്പുലരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നക്ഷത്ര ജാതകർ ഏതൊക്കെയാണെന്നും ഏതൊക്കെ നക്ഷത്ര ജാതകരെയാണ് നമ്മുടെ വീട്ടിലേക്ക് കയറ്റേണ്ടതെന്നും ആരിൽ നിന്നൊക്കെയാണ് കൈനീട്ടം വാങ്ങേണ്ടതെന്നുമൊക്കെ നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരിയമ്മയ്ക്ക് അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടം നിങ്ങൾ സ്വീകരിക്കണം. അവരെ 1-ാം തീയതി കയറ്റണം. വരാനിരിക്കുന്നത് സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാണ് എന്ന് ഓർക്കുക. എല്ലാ രീതിയിലും സമൃദ്ധി തരുന്ന ആ നക്ഷത്ര ജാതകരെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ തിരുമേനിക്ക് ഒരു ചെറിയ ദക്ഷിണ കൊടുക്കുക. 1 രൂപയാകാം, 5 രൂപയാകാം, 10 രൂപയാകാം. അത് തിരുമേനിക്ക് കൊടുക്കണം. കൊടുത്തിട്ട് നമുക്കും രക്ഷപ്പെടണം എന്നൊന്ന് പ്രാർത്ഥിക്കുക. ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ സമൃദ്ധി പരസ്പരം പങ്കുവയ്ക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിൽ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ ഭാഗ്യവും വന്നു ചേരും. ഏതായാലും 1 രൂപയായാലും 5 രൂപയായാലും ലഭ്യമായ ചെറിയൊരു നാണയമായാലും സ്നേഹത്തോടെ സ്വീകരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ചില പരമ്പരാഗത വിശ്വാസങ്ങളിൽ 5 എന്ന സംഖ്യയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതിനാൽ 5 രൂപ നാണയമോ 5 എന്ന
നാണയമോ കൈനീട്ടത്തിന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ 27 നക്ഷത്രങ്ങളിൽ നിന്നും പറയപ്പെടുന്ന 15 നക്ഷത്ര ജാതകർക്കാണ് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുക. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റുക. നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുതരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. മകം നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നതും ഭാഗ്യാനുഭവങ്ങൾക്ക് നല്ലതാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്ര ജാതകരെയും 1-ാം തീയതി കയറ്റുക. അവരിൽ നിന്നും ഒരു കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു വർഷക്കാലം രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റുക. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരെ 1-ാം തീയതി കയറ്റുകയോ അവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുകയോ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടമാണ്, വലിയ ഭാഗ്യമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുന്നത് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. അടുത്തത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു കൈനീട്ടമൊക്കെ കൊടുക്കുക. അതുപോലെ അവരുടെ കയ്യിൽ നിന്നും ഒരു കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടമൊക്കെ വാങ്ങുക. അതുപോലെ തന്നെ അവർക്കും കൊടുക്കുക. അവരെ 1-ാം തീയതിയൊക്കെ കയറ്റുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും അവരെ 1-ാം തീയതി കയറ്റുന്നതും വലിയ സാമ്പത്തിക വർധനവിന് കാരണമാകും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അവർക്ക് കൈനീട്ടം കൊടുക്കുക. അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുക. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് ഒരുപാട് ധന അഭിവൃദ്ധിക്ക് കാരണമാകും. ഒരു വർഷക്കാലം കെങ്കേമമായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്രം നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഉത്രം നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. അവരെ 1-ാം തീയതി കയറ്റുന്നതും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുന്നത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ അതിന് സാധ്യമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുന്നതും അവരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നതും ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. മകത്തിനും പൂയത്തിനും പൂരുരുട്ടാതിക്കും പുണർത്തത്തിനും അശ്വതിക്കും ചിത്തിരയ്ക്കും വിശാഖത്തിനും ഭരണിക്കും ഉത്രാടത്തിനും തിരുവോണത്തിനും ഉത്രത്തിനും രേവതിക്കും അനിഴത്തിനും പൂരത്തിനും അത്തത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ഇവയിൽ ഏതെങ്കിലും നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങാം. അത് നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും. കൈനീട്ടം നൽകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ സന്തോഷവും ഐശ്വര്യവും പരസ്പരം പങ്കിടുക എന്നതാണ്. അതിനാൽ നക്ഷത്രം ഇല്ലെന്ന കാരണത്താൽ ഈ മനോഹരമായ ആചാരം ഒഴിവാക്കേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുക. ചിങ്ങം 1 രാവിലെ വീട്ടിലെ പതിവ് പ്രാർത്ഥനകളും വിളക്ക് തെളിയിക്കലും കഴിഞ്ഞ് കൈനീട്ടം നൽകാം. ഒരു ചെറിയ നാണയം പൂവിനോടൊപ്പമോ ലഭ്യമാണെങ്കിൽ നെല്ലിനോടൊപ്പമോ നൽകുന്ന രീതിയും ചില വീടുകളിൽ കാണാം. അതും നമുക്ക് സമൃദ്ധി തരും. ഇവിടെ വീണ്ടും പറയേണ്ടത് ഒന്നു മാത്രം: ആചാരത്തിൻ്റെ ആത്മാവ് വസ്തുക്കളുടെ വിലയിലല്ല. സ്നേഹത്തോടെ കൊടുക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുക. കുട്ടികൾക്ക് നൽകുമ്പോൾ ഈ വർഷം നന്നായി പഠിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം എന്നൊരു നല്ല ആശംസ കൂടി നൽകാം. മുതിർന്നവർക്ക് നൽകുമ്പോൾ ആരോഗ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ നാണയം പോലും
കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഓർമ്മയായി മാറുന്നു. ഈ ചിങ്ങപ്പുലരിയിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. ഈ 15 നക്ഷത്ര ജാതകർക്ക് മാത്രമല്ല, എല്ലാ നക്ഷത്ര ജാതകർക്കും ഒരു ഭാഗ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം, മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.